രാവിലെ കണ്ണ് തുറന്നാൽ ഞാൻ ആദ്യം ഫോണാണ് തപ്പുന്നത്. അങ്ങനെ ഫോൺ ഓണാക്കിയപ്പോഴത്തേക്കിന് ദേ കണ്ടത് എമർജൻസി അലേർട്ടാണ്. നമ്മൾ കേട്ടില്ല, വെളുപ്പിനെ എങ്ങാണ്ട് അടിച്ചതായിരുന്നു. നല്ല ഉറക്കമായതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ഫോൺ നോക്കിയപ്പോഴാണ് കാണുന്നത്. ഇനി നമുക്ക് ഒരു ഗെറ്റ് റെഡി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈവനിങ് ആണ് വീഡിയോ എടുക്കുന്നത്. നമ്മളിന്ന് ഒരു വർക്കുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോകുവാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു സൺസ്ക്രീം അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്, ചൂട് കാറ്റാണ്, തീ പറക്കുന്ന പോലെയാണ്. വെളിയിലൊന്നും പോയി നിൽക്കാൻ പറ്റത്തില്ല. ഈവനിങ് ഒക്കെ ആകുമ്പം കുറച്ചൊക്കെ കുറയും, ഓക്കെയാണ് വെളിയിലോട്ട് പോകാനൊക്കെ. പക്ഷേ ഉച്ചയ്ക്ക് രാവിലെ ഒന്നും ഇവിടെ പറ്റുന്നില്ല, ചൂട് സഹിക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഇപ്പം നമുക്ക് കുറച്ചേറെ സൺസ്ക്രീം ഇട്ട് നമുക്ക് പുറത്ത് പോകാം, നമ്മുടെ സ്കിന്നിനെയൊക്കെ ഒന്ന് ഹെൽത്തി ആക്കി വെക്കണം. ഇപ്പോഴാണ് ഈ കെയറൊക്കെ തുടങ്ങിയത്, നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു എനിക്ക്. ഞാനങ്ങനെ കൂടുതലും എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്കറിയത്തില്ല ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലാണ് നല്ലതെന്ന്. ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല. ചിലതൊക്കെ ഇടുമ്പോഴത്തേക്കിന് കൂടുതൽ ഓയിലൊക്കെ ഇറങ്ങും. ചില മോയ്സ്ചറൈസറൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ ഒരു സൺസ്ക്രീം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതെനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഓയിലി സ്കിന്നിന് നല്ലതാണെന്ന് ഞാനൊരു വീഡിയോ കണ്ടു, അത് കണ്ടാണ് മേടിച്ചത്. ആ ഒരു സൺസ്ക്രീം എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ചൂട് അറിയുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വെളിയിലോട്ട് എന്തിനേലും പോകുന്നതുകൊണ്ടാണ്. ഇപ്പം ഈ ജോലി നമ്മൾ വെളിയിൽ പോയിട്ടാണ് ചെയ്യുന്നത്. വെയിലിന് നല്ല ചൂടും കാറ്റടിക്കുമ്പോൾ തന്നെ നമ്മളെ തീ പാറുന്ന കാറ്റാണെന്ന് വരെ അറിയുന്നത് നമ്മൾ ഈ വെളിയിലോട്ട് പോകുന്നതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷേ നമുക്ക് വെളിയിലോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് സ്കൂളിലാണെങ്കിൽ നമ്മൾ വെളിയിലോട്ട് ചില പീരീഡിൽ മാത്രം പോയാൽ മതി. അതിപ്പോൾ ഇറങ്ങത്തുമില്ല, കാരണം ഔട്ട് സൈഡ് നല്ല ചൂടായതുകൊണ്ട് അങ്ങനെ നമുക്ക് ആ പീരീഡ് ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വരുന്ന ചേട്ടന്മാർ, അത് ചിലവർ 2 വീലേഴ്സ് ആയിരിക്കും. 2 വീലേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് ഒരു 50% കുഴപ്പം കാണത്തില്ലായിരിക്കും. ഈ ചൂടത്ത് ഇവർ 2 വീലേഴ്സ് ഓടിച്ച് ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ എന്തൊരു കഷ്ടപ്പാടായിരിക്കും. അതുപോലെ ഞങ്ങളിവിടെ AC നന്നാക്കാനൊക്കെ ആൾക്കാർ വന്ന് വെളിയിലൊക്കെ ഒത്തിരി ടൈം നിന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി. അവർക്ക് നല്ല ചൂടത്ത് വെളിയിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ആ കഷ്ടപ്പാട് ഇനി ഒരു 3 മാസത്തേക്കിന് അവരിങ്ങനെ ഈ ചൂടത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന വരുമായിരിക്കും. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ പറയുന്ന ഓരോ കഷ്ടപ്പാട് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ഇങ്ങനെയൊക്കെ ആണോ ഇവിടെ എന്നൊക്കെ നമുക്ക് ചിന്തിച്ച്. ഒരു വീട്ടിലോട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നെങ്കിൽ ഒരു കാര്യമുണ്ട് അതിനകത്ത്. ചില നല്ല വീട്ടുകാരുണ്ട്, ചിലർ ഒട്ടും ദയയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ദയയില്ലാത്ത ആൾക്കാരുടെ അടുത്താണ് പോകുന്നെങ്കിൽ നമുക്ക് ഒന്നും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുവാണ്, അതിനനുസരിച്ച് നമ്മൾ ഒന്നുകൂടെ ഡൗൺ ആകത്തുള്ളൂ. പക്ഷേ ആ സമയത്ത് നല്ലൊരു വീട്ടുകാരെ ആണെങ്കിൽ കുറച്ചൊക്കെ നമുക്കത് തരണം ചെയ്യാൻ പറ്റും, നമ്മുടെ ആ വിഷമങ്ങളും. പിന്നെ ഈ എത്ര ഹാർഡ് വർക്കാണെങ്കിലും അവർ നല്ല വീട്ടുകാരാണല്ലോ, അല്ലെങ്കിൽ പച്ചവെള്ളം നമുക്ക് തന്നല്ലോ എന്നെങ്കിലും ഒക്കെ ഓർക്കാൻ പറ്റും. പക്ഷേ ഒരു പച്ചവെള്ളം പോലും തരാത്ത ആൾക്കാരും ഒക്കെ ഇവിടെയുണ്ട്, ഈ നാട്ടിലുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, എല്ലാവരും നല്ല വീട്ടുകാരല്ല. ഞങ്ങളിവിടെ വന്നിട്ട് 2 ഇയേഴ്സ് ആവുന്നു. അപ്പോഴത്തേക്കിന് തന്നെ ഞങ്ങളിവിടെ കുറേ പഠിച്ചു, കുറേ ആൾക്കാരുടെ സ്വഭാവം പഠിച്ചു, പിന്നെ നല്ല ആൾക്കാരെ കാണാൻ പറ്റി, ഒത്തിരി കാര്യം പഠിച്ചു. കുറേ നല്ല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, എന്നാൽ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും നല്ലവരായിരിക്കും. തിരിച്ച് കാണിച്ചാൽ അപ്പോൾ അയ്യോ അവരെന്തൊരു പാവാ. പക്ഷെ നമ്മൾ ആരെയും വിശ്വസിക്കരുത്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. കുവൈറ്റിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നോട്ട് ചെയ്തോണം. നിങ്ങൾക്ക് കിട്ടുന്ന മാനേജർ കുവൈറ്റീസ് വല്ലതും ആണെങ്കിൽ ഒരു 75% നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അവർ കുറച്ച് കൈൻഡായിട്ടുള്ള പീപ്പിൾസാണ്. നേരെ മറിച്ച് നിങ്ങളുടെ മാനേജർ സിറിയയിലുള്ള വല്ലവരും ആണെങ്കിൽ അവിടെ ഉള്ളവർക്ക് തീരെ ദയയില്ല. നമ്മളെക്കൊണ്ട് എങ്ങനെയൊക്കെ പണിയെടുപ്പിച്ച് നമ്മളെ കഷ്ടപ്പെടുത്താവോ അത്രയ്ക്ക് മാത്രം നമ്മളെ കഷ്ടപ്പെടുത്തുകയും ചെയ്യും. പൈസ എന്ന് പറയുന്ന സാധനം തരത്തില്ല. അങ്ങനെയാണ് അവരുടെ ഒരു സ്വഭാവം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മലയാളികളുടെ ആണെങ്കിലും പിന്നെയും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാർ താഴെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട്. എല്ലാ ടൈമും നമ്മൾ അങ്ങനെയാണ്, 5 മിനിറ്റ് ലേറ്റ് ആകും. നമ്മൾ ഈ ഒരു കാറിനാണ് പോകുന്നത്. പോകുന്ന വഴിക്കെല്ലാം നല്ല ട്രാഫിക്കായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു വെളിയിൽ. ഇപ്പോൾ ഇവിടെ ഒരു 5 മണി ആയിട്ടുണ്ട്, എന്നാലും നോക്ക് നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്.
സത്യം പറഞ്ഞാൽ വാറിൻ്റെ ഒരു ടൈം തൊട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങിയാണ് ഈ ഒരു ബർഗർ ഉണ്ടാക്കാൻ. പക്ഷേ ഇപ്പോൾ വാറെല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നാലും നമുക്ക് ഓഫ് ഡേ കിട്ടുന്ന ടൈമിൽ നമ്മൾ ഇതിന് തന്നെ പോകും. കാരണം നമുക്ക് എത്രമാത്രം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഉണ്ടാക്കണം. ഓരോ ദിവസവും നമുക്ക് ഓരോ പാർട്ട്നേഴ്സിനെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇന്നത്തെ കിട്ടിയ പാർട്ട്ണർ നല്ല ഫണ്ണായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്കിന്ന് കിട്ടിയ പാർട്ട്ണർ ഫിലിപ്പീനാണ്, പേര് മില എന്നാണ്. നല്ല ഒരാളാണ്. നിങ്ങൾ കാണുന്നവരെ അറിയാം, നല്ല ചിരിച്ച് കളിച്ചാണ് എപ്പോഴും നിൽക്കുന്നത്. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആരെ കിട്ടുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവളെ കിട്ടിയതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇന്ന് നല്ല ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല, നല്ല ഹാർഡ് വർക്ക്. ഫസ്റ്റ് ടൈമാണ് മിലയുടെ കൂടെ ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് അങ്ങനെ ടയേർഡായിട്ടില്ല. അങ്ങനെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഇനി ഒന്ന് കുളിക്കണം, കഴിക്കണം. അങ്ങനെ ബർഗറും ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആര്യ മാംഗോ ഷേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.